നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണത്തിൽ അകപ്പെട്ടതും ശേഷമുണ്ടായതുമായ കാര്യങ്ങൾ സമാനതകളില്ലാത്തതെന്ന് സാഹിത്യകാരൻ ബെന്യാമിൻ. MLA സ്ഥാനം രാജിവെക്കണമോ എന്ന് രാഹുൽ സ്വയം ചിന്തിക്കണം. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് സമരപരിപാടികൾ തുടരുന്നു. നഗരത്തിൽ അമ്മത്തൊട്ടിൽ മാർച്ചുമായി മഹിളാ മോർച്ച. ഉത്തരേന്ത്യയിൽ നടന്നുവരുന്ന ദളിത് പീഡനങ്ങൾ ദക്ഷിണേന്ത്യയിലും വ്യാപകമാകുന്ന സൂചനയാണ് മുതലമടയിലും കേരളത്തിലെ ദളിത് ഉന്നതികളിലും കണ്ടുവരുന്നതെന്ന് PUCL ചെയർമാൻ അഡ്വക്കേറ്റ് PA പൗരൻ. തോട്ടം ഉടമ പ്രഭുവിനെ ഒളിപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന സംശയത്തിന് ബലമേറുന്നു. ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ച തോട്ടമുടമയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ SC/ST കോർഡിനേഷൻ ധർണ. സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളായ K-സ്മാർട്ട്, ടേക്ക് എ ബ്രേക്ക് എന്നിവ ജനജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയെന്ന് മന്ത്രി MB രാജേഷ്. ടേക്ക് എ ബ്രേക്കിൽ സംസ്ഥാനത്തുടനീളം നിർമ്മിച്ചത് 4000-ഓളം പൊതു ശൗചാലയങ്ങൾ. K-സ്മാർട്ട് രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ഇൻഫർമേഷൻ കേരള മിഷനെ സമീപിച്ചിട്ടുണ്ടെന്നും മന്ത്രി. പൂവിളിയുമായി അത്തമെത്തി. ഇനി പൊന്നോണ നാളുകൾ. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ വിസ്മയ പൂക്കളമൊരുക്കി തൃശൂർ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ. തൃശൂരിൽ പുലിക്കളി മഹോത്സവത്തിന് ആവേശ കൊടിയേറ്റം. സപ്ലൈകോ ഓണം ഫെയറിന് പാലക്കാട് ജില്ലയിൽ തുടക്കം. സഞ്ചരിക്കുന്ന ഓണച്ചന്ത മൊബൈൽ മാവേലി പ്രയാണം ആരംഭിച്ചു. മണ്ണൂരിലെ തകർന്ന റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ കോൺഗ്രസ് INTUC പ്രതിഷേധം. ജൽജീവൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച പാതകൾ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണെന്ന് നേതാക്കൾ. യാത്രാ ദുരിതം പരിഹരിക്കാൻ ഉടൻ നടപടി വേണമെന്ന് ആവശ്യം. അതുല്യ നടൻ ഭരത് ബാലൻ K നായർ വിട പറഞ്ഞിട്ട് 1/4 നൂറ്റാണ്ട്. അനശ്വരതയുടെ അഭിനയ തികവായി പ്രേക്ഷകർ നെഞ്ചേറ്റുന്ന നൂറുകണക്കിന് കഥാപാത്രങ്ങൾ. മഹാനടന കലാകേരളത്തിന്റെ മരണാഞ്ജലി. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണത്തിൽ അകപ്പെടുകയും ശേഷമുണ്ടായതുമായ കാര്യങ്ങൾ സമാനതകളില്ലാത്തതെന്ന് സാഹിത്യകാരൻ ബെന്യാമിൻ. MLA സ്ഥാനം രാജിവെക്കണമോ എന്ന് രാഹുൽ സ്വയം ചിന്തിക്കണമെന്നും ബെന്യാമിൻ പാലക്കാട്ട് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുമുള്ള സസ്പെൻഷൻ താൽക്കാലികമാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരും. ആരോപണങ്ങൾക്ക് ഇടമുണ്ടാവാൻ പാടില്ലാത്ത പ്രവർത്തന മേഖലയിൽ ലൈംഗിക ആരോപണങ്ങളിൽ ഉൾപ്പെട്ട രാഹുൽ MLA ആയി തുടരുന്നതിൽ ധാർമ്മികതയില്ലെന്നും ബെന്യാമിൻ പറഞ്ഞു. അല്ല, ഇത് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അത് ശരിയല്ല. അദ്ദേഹത്തെ ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ ജനങ്ങളുമായി ഇടപെട്ട് ധാരാളം കാര്യങ്ങളുമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. മണ്ഡലത്തിൻ്റെ പുരോഗതിപരമായ പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ട ഒരാളാണ്. നിത്യമായി മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ട ഒരാളാണ് അദ്ദേഹം. ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുക, സസ്പെൻഷനിലായി നിൽക്കുക, പാർട്ടിയുമായി മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നഷ്ടമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു നിന്നുകൊണ്ട് പുതിയ ജനപ്രതിനിധിക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കഴിയും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലൈംഗിക ആരോപണത്തിൽ അകപ്പെട്ട MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ അമ്മത്തൊട്ടിൽ മാർച്ച്. പാലക്കാട് BJP ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് OM ബിന്ദു ഉദ്ഘാടനം ചെയ്തു. എന്റെ ഗോപികമാരെ എന്നെ തെപ്പിക്കും രാഹുലേ. രാഹുലിനെതിരെ ഇനിയും പരാതികൾ പുറത്തുവരാനുണ്ടെന്നും KM ബിന്ദു പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കും വരെ മഹിളാ മോർച്ച പ്രക്ഷോഭം തുടരും. സ്ത്രീയുടെ രൂപം കണ്ടാൽ ആ സ്ത്രീയോട് ഞാൻ നിന്നെ പ്രേമിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നങ്ങനെ നിരന്തരം വാട്സപ്പ് കോളുകൾ വിട്ട് ഇവരെ പ്രകോപിച്ചുകൊണ്ട് ഇവരുടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണനെ പോലെ ഭാര്യയാക്കിക്കൊണ്ട് കേരളം ഒട്ടുകെ ഓടുകയാണ്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടം റെസ്റ്റ് ഇല്ലാതെ ഓടുകയാണ്. അതിൻ്റെ ഭാഗമായി പല സ്ത്രീകളിൽ നിന്നും കുഞ്ഞുങ്ങളും
ഗർഭിണികളാവുകയും അതിൻ്റെ ഭാഗമായി പെൺകുട്ടികളുടെ നിരന്തരം പ്രകോപിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ കളയണമെന്നും ഗർഭചിത്രം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവരെ നിരന്തരം ശല്യം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് ഒട്ടനവധി സ്ത്രീകളാണെന്ന് നമ്മുടെ കേരളത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. BJP ഓഫീസ് പരിസരത്ത് നിന്ന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു മഹിളാ മോർച്ചയുടെ അമ്മ തൊട്ടിൽ മാർച്ച്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കവിത മേനോൻ, മിനി കൃഷ്ണകുമാർ, സുമംഗല ടീച്ചർ, സുമലത മുരളി, ജയ കണ്ണൻ, ഉഷ ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികളായ കെ സ്മാർട്ട്, ടേക്ക് എ ബ്രേക്ക് എന്നിവ ജനജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയെന്ന് മന്ത്രി MP രാജേഷ്. കുത്തന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബശ്രീ കെട്ടിടത്തിൻ്റെയും പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിലൂടെ സംസ്ഥാനത്തുടനീളം 4000-ഓളം പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തുകളിലും ശൗചാലയ സൗകര്യം ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ലോകത്തെവിടെ നിന്നും ലഭ്യമാകും. നേരിട്ട് ഓഫീസുകളിൽ പോകാതെ വീഡിയോ കോൾ വഴി വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. കെ സ്മാർട്ട് രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ഇൻഫർമേഷൻ കേരള മിഷനെ സമീപിച്ചിട്ടുണ്ട്. ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയും സർക്കാർ നടപ്പാക്കി. എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കാനുള്ള പരിശീലനം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓഫീസ് നല്ലത് വേണം, പക്ഷേ നാട്ടുകാരും ഇനി മുതൽ പഞ്ചായത്ത് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. പഞ്ചായത്ത് ഓഫീസിൽ മാത്രമല്ല, മുനിസിപ്പൽ ഓഫീസിലും കോർപ്പറേഷൻ ഓഫീസിലും പോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ഈ സേവനം വിരൽ തുമ്പിൽ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഭംഗിവാക്കല്ല, അതിശയോക്തിയുമല്ല. യഥാർത്ഥത്തിൽ ഒരാളും ഇനി പഞ്ചായത്തിലേക്ക് നേരിട്ട് കൊണ്ട് ആവശ്യമില്ല. പഞ്ചായത്തിൽ നിന്നും, മുനിസിപ്പാലിറ്റിയിൽ നിന്നും, കോർപ്പറേഷനിൽ നിന്നും കിട്ടുന്ന കേരളത്തിനകത്ത് ഏത് പഞ്ചായത്തിൽ നിന്നുള്ള ഏത് സേവനവും ലോകത്തെവിടെയിരുന്നും സ്വന്തമാക്കാം. അത്ഭുതകരമായിട്ടൊരു മാറ്റമാണ്. PP സുമോദ് MLA അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി AK ബാലൻ വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ്, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഭിലാഷ് കൃഷ്ണൻ, കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ, വൈസ് പ്രസിഡന്റ് ഫരീദ ഫിറോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉത്തരേന്ത്യയിൽ നടന്നുവരുന്ന ദളിത് പീഡനങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ തെളിവാണ് മുതലമടയിലും കേരളത്തിലെ ദളിത് ഉന്നതികളിലും കണ്ടുവരുന്നതെന്ന് PUCL നേതാവ് അഡ്വക്കേറ്റ് PA പൗരൻ. ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ച മുതലമടയിലെ ഹോം സ്റ്റേ ഉടമ പ്രഭുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SC/ST കോർഡിനേഷൻ കമ്മിറ്റി പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PA പൗരൻ. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിന്റെ സാമ്പത്തിക സ്രോതസ്സാണ് മുതലമട പ്രദേശത്തെ തോട്ടമുടമകൾ എന്നതുകൊണ്ടാണ് അവരുടെ പീഡനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് PA പൗരൻ ചൂണ്ടിക്കാട്ടി. തോട്ടമുടമ പ്രഭുവിനെ ഒളിപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന സംശയത്തിന് ബലം കൂടി വരികയാണ്. ഒട്ടനവധി കൊലപാതകങ്ങൾ നടന്നിട്ടും അവയെല്ലാം ആത്മഹത്യയാക്കി മാറ്റി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ അതിക്രമങ്ങൾ തുടരുമ്പോഴും പോലീസ് നടപടിയെടുക്കുന്നില്ല. പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ നൽകുന്ന കേസുകളിൽ മാത്രം തെളിവില്ലാതാകുന്നതെങ്ങനെയെന്ന് ചിന്തിക്കണം. ദളിത് വിഭാഗങ്ങളെ സംരക്ഷിക്കേണ്ട ജില്ലാ ഭരണകൂടം നിർജീവമാണെന്നും PA പൗരൻ കുറ്റപ്പെടുത്തി. അവിടെ വളരെ കാലമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളയ്യൻ എന്നു പേരായ 54 വയസ്സ് പ്രായമുള്ള ഒരു ആദിവാസിയെ അതിൻ്റെ റിസോർട്ടിൻ്റെ ഉടമയായിട്ടുള്ള സ്ത്രീയും അവരുടെ മകൻ പ്രഭുവും ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയും 5 ദിവസം അവിടെ അടച്ചിട്ട മുറിയിൽ ഇട്ടുകൊണ്ട് അവരെ ക്രൂരമായിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെ, വെള്ളം പോലും കൊടുക്കാതെ, പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പോലും അനുവദിക്കാതെ വളരെ മൃഗീയമായി. SC/ST കോർഡിനേഷൻ ചെയർമാൻ T മായാണ്ടി അധ്യക്ഷത വഹിച്ചു. വിളയോടി വേണുഗോപാൽ, വാസുദേവൻ, കാർത്തികേയൻ മംഗലം, സൊറിയൻ മൂപ്പൻ, ജയകൃഷ്ണൻ വൈദ്യർ, പഞ്ചമൻ, ഗുരുവായൂരപ്പൻ, ബാബു, കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അതുല്യ നടൻ ഭരത് ബാലൻ K നായർ അരങ്ങൊഴിഞ്ഞിട്ട് ഇന്നേക്ക് 1/4 നൂറ്റാണ്ട്. ത്രസിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച പ്രതിഭ വിടവാങ്ങിയത് 2000 ഓഗസ്റ്റ് 26-നാണ്. കോഴിക്കോട്ട് ഒരു മെക്കാനിക്കായി ജീവിതം ആരംഭിച്ച് പിൽക്കാലത്ത് അഭിനയകലയുടെ കൊടുമുടി കീഴടക്കിയതാണ് ബാലൻ K നായരുടെ ജീവചരിത്രം.
നാടകകലയുടെ ശക്തമായ അടിത്തറയിൽ നിന്ന് അഭ്രപാളിയുടെ ആകാശത്തേക്ക് പറന്നുയർന്നതാണ് ബാലൻ കെ നായരുടെ കലാജീവിതം. അഭിനയകല അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധ വാസനയായിരുന്നുവെന്ന് വേണം വിലയിരുത്താൻ. അഭ്രപാളികളിൽ ഏറെയുമെത്തിയത് വെറുക്കപ്പെടുന്ന വില്ലനായി. എന്നാൽ അപൂർവമായി വീണുകിട്ടിയ അവസരങ്ങളിൽ അഭിനയ തികവിൻ്റെ പവിഴം ചാർത്തി ബാലൻ കെ നായർ ഭരത് ബാലൻ കെ നായരായി. നേരവും കാലവും ഒക്കെ നോക്കാതെ അവനോട് കയറി ഇറങ്ങുന്നതൊക്കെ ശരി, ചാത്തുണ്ണിയുടെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ മോളെ ഇങ്ങനെ പാതിരയ്ക്ക് അവന്റെ കൂടെ തനിച്ചു വിടുന്നത് എന്താടി വിട്ടാല്? ഒന്നുമില്ലേ എടീ, 14 വയസ്സുണ്ടാവും വാസു എന്റെ കൂടെ ചേരുമ്പോ. ഞാൻ കൂടുതൽ ഒരു ഷാപ്പ് നടത്തുന്ന കാലത്ത്. കഴിഞ്ഞ പ്രതാപം ഒന്നും പറയണ്ട. പ്രതാപല്ല, എന്റെ മോളും അവനും അന്ന് തൊട്ടുള്ള കൂട്ട. അവരങ്ങനെയാ വളർന്നത്. അതന്ന്. ഇപ്പൊ ശാരദ കുഞ്ഞല്ല, പ്രായം നികഞ്ഞ പെണ്ണ. നാട്ടുകാർ വല്ലതും പറയും. എന്ത് പറയാൻ? എന്റെ മോളെ ഞാൻ അവനെ കെട്ടിച്ചു കൊടുക്കാനാ നിശ്ചയിച്ചത്. ഓഹോ, നിശ്ചയിച്ചോ? അതെ, നിശ്ചയിച്ചു. 1972 പുറത്തുവന്ന നിഴലാട്ടമാണ് ആദ്യ ചിത്രം. പിന്നീട് സിനിമാ രംഗത്ത് സജീവമായ ബാലൻ കെ നായർ 300-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ വേഷങ്ങൾക്കിടെ അതിഥി, തച്ചോളി അമ്പു എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച അഭിനയത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ഓപ്പോളിലെ പരിവർത്തനപ്പെട്ട സൈനിക ഓഫീസറുടെ വേഷത്തിന് 1981 മികച്ച നടന് രാഷ്ട്രം നൽകുന്ന പരമോന്നത ബഹുമതിയായ ഭരത് അവാർഡും ബാലൻ കെ നായരെ തേടിയെത്തി. ആറാട്ട്, തച്ചോളിയമ്പു, അങ്ങാടി, തുഷാരം, വളർത്തുമൃഗങ്ങൾ, ഈ നാട്, മൂർഖൻ, കോളിളക്കം, ആൾക്കൂട്ടത്തിൽ തനിയെ, 1921, ആര്യൻ, ഒരു വടക്കൻ വീരഗാഥ എന്നിവ ബാലൻ കെ നായരുടെ പ്രശസ്തമായ ചിത്രങ്ങളിൽ ചിലതാണ്. മന്ത്രിയെ കാണാൻ അനുവാദം വാങ്ങിയിട്ടുണ്ടോ എന്ന്? ആരോട്? എഴുന്നേൽക്കണം. സന്ദർശകർക്ക് ഇരിക്കാനുള്ളതല്ലേ ഇതൊക്കെ? എഴുന്നേൽക്കണം. ഇല്ലെങ്കിൽ അടിച്ചു നിന്റെ എല്ലൊടിക്കും. മിസ്റ്റർ ജോഷി ജോൺ, ഈ ശരീരത്തിലെ എല്ലുകൾ താൻ പലപ്പോഴായി തല്ലിയൊടിച്ചതല്ലേ? 48-ലെ വിപ്ലവ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത എന്നെ പുൽപ്പള്ളിക്കാട്ടിൽ വെച്ച് ഇരുട്ടിനെ പോലും രചിപ്പിക്കത്തക്ക വിധം താൻ തല്ലി ചതച്ചില്ലേ? അന്ന് താനൊരു കോൺസ്റ്റബിൾ ആയിരുന്നു. 54-ലെ മിച്ചഭൂമി സമരം നയിച്ചതിന് കക്കയിൽ ലോക്കപ്പിൽ വെച്ച് എന്നെ തേജോവധം ചെയ്തില്ലേ? അന്ന് താനൊരു സബ് ഇൻസ്പെക്ടറായിരുന്നു. അധികാരമോഹികളുടെ കൂറയ്ക്ക് കൂട്ടുനിന്ന് താൻ പിന്നീട് നേടിയെടുത്തതല്ലേ ചുമലിൽ കാണുന്ന ഈ പുതിയ ചിഹ്നങ്ങൾ? 1990 പുറത്തുവന്ന കടവിലെ തോണിക്കാരനാണ് അവസാന വേഷം. ഈ ചാത്തുണ്ണിയേട്ടനെ കൊണ്ട് തോറ്റി നീ എങ്ങനെ നടക്കി നിർത്തും? ചാത്തുണ്ണിയേട്ടനെ ഈ വേഷത്തിൽ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് മുമ്പ് നിങ്ങൾ ഷാപ്പ് നടത്തിയ കാല. അന്നത്തെ കുപ്പായം തന്നെയത്. എന്താ എഴുതിട്ട്? ഒരു മുഴുവൻ കുപ്പി ഒറ്റയ്ക്ക് കഴിക്കുന്ന നിനക്ക് മതി. അവിടെ കാശില്ലെങ്കിൽ ഞാൻ കൊടുക്കാം. അല്ല, അതുകൊണ്ടല്ല. ചാത്തുണ്ണേട്ടാ, ചാത്തുണ്ണിയേട്ടന് കുടിക്കാൻ വേണ്ടത് ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാം. ഇവിടെ വന്നിങ്ങനെ ഞാനെന്ത്? ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചോ? ഏപ്രിൽ 4 കോഴിക്കോട് ചേമഞ്ചേരിയിൽ ജനിച്ച ബാലൻ കെ നായർ വിട പറഞ്ഞത് 2000 ഓഗസ്റ്റ് 26 അവസാന കാലത്ത് ഒരുപാട് നാൾ അർബുദത്തോട് മല്ലിട്ടാണ് മഹാനടൻ അരങ്ങൊഴിഞ്ഞത്. വിട പറഞ്ഞ് 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും നടനരംഗത്ത് അദ്ദേഹം സൃഷ്ടിച്ച അനശ്വരതയ്ക്ക് മങ്ങലില്ല. മലയാള സിനിമയിലെ പുരുഷഗർജനമായി ഇന്നും ഭരത് ബാലൻ കെ നായർ വാഴ്ത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് STV. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ സമ്മേളനം മനശ്ശേരിയിൽ നടന്നു. ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്ഹാഖ് ഉദ്ഘാടനം ചെയ്തു. മനശ്ശേരി മുകുന്ദ ഓഡിറ്റോറിയത്തിലെ സാവിത്രി അന്തർജനം നഗറിലാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്ഹാഖ് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക തലത്തിൽ വളരെ പ്രധാനപ്പെട്ട പല സംഭവവികാസങ്ങളും നടന്നു പോയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ലോക ജനതയെ ആകെ വളരെ അസ്വസ്ഥമാക്കിയിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് ഈ സമ്മേളന കാലഘട്ടം മുന്നോട്ട് പോയിട്ടുള്ളത്.
നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, നമ്മളിങ്ങനെ ഓർത്തു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ധാരാളം സംഭവവികാസങ്ങൾ. പശ്ചിമേഷ്യയിലാകെ യുദ്ധവെറിയുടെ നാളുകളായിരുന്നു. ആ നാളുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെയും വിവിധ തരത്തിലുള്ള ആക്രമണങ്ങളുടെയും ഒക്കെ ഭാഗമായി പതിനായിരക്കണക്കിന് ജനങ്ങളാണ് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏരിയ പ്രസിഡന്റ് പി സുബൈദ അധ്യക്ഷയായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി വസന്ത സംഘടനാ റിപ്പോർട്ടും, ഏരിയ സെക്രട്ടറി പി സിന്ധു പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ കെ കെ ഗൗരി കണക്കും അവതരിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ്, ജില്ലാ പ്രസിഡന്റ് കെ ഓമന, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശോഭന രാജേന്ദ്രപ്രസാദ്, കെ രത്നമ്മ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ പഞ്ചായത്തിലെ തകർന്ന റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ കോൺഗ്രസ് INTUC പ്രതിഷേധം. മണ്ണൂരിൽ നടത്തിയ പ്രതിഷേധ ധർണ INTUC ജില്ലാ സെക്രട്ടറി PC പ്രീതത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു പഞ്ചായത്തിൻ്റെ കടമ എന്ന് പറയുമ്പോൾ അവിടെ നല്ല റോഡുകൾ വേണം, നല്ല പാലങ്ങൾ വേണം, നല്ല വൈദ്യുതി കിട്ടണം, ലൈഫ് മിഷനിൽ പാർപ്പിട പദ്ധതികൾ വേണം, കുടിവെള്ളം വേണം. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് പഞ്ചായത്തിൻ്റെ ചുമതല. എന്നാൽ ഇവിടെ എന്താ നടക്കുന്നത്? ഈ പഞ്ചായത്തിൽ ഗുണനിലവാരമുള്ള ഒറ്റ റോഡെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? പിന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറയണ്ട. ചില വാർഡുകളിൽ നമ്മുടെ കോൺവെക്സ് ലൈൻസുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. മണ്ണൂർ പഞ്ചായത്തിലെ പ്രധാന റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണെന്ന് INTUC ചൂണ്ടിക്കാട്ടി. ജൽജീവൻ പൈപ്പിടാനായി വെട്ടിപ്പൊളിച്ചതോടെയാണ് റോഡുകളെല്ലാം പാടെ തകർന്നതെന്നും വർഷങ്ങളായും നടപടിയുണ്ടാകുന്നില്ലെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. മണ്ണൂർ അരിമ്പൻകുളങ്ങര റോഡ് തകർന്ന സഞ്ചാരയോഗ്യമല്ലെന്നും ഉടൻ ഗതാഗതയോഗ്യമാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. INTUC ജില്ലാ സെക്രട്ടറി PC പ്രീതത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സക്കറിയ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PK അശ്വജിത്ത്, VM അബൂബക്കർ സിദ്ദിഖ്, മുഹമ്മദ് ഫൈസൽ, M ശിവപ്രകാശ്, V സത്യകുമാർ, PK പ്രമേഷ്, TC കനകരാജ്, മുരളീധരൻ, C തങ്കമണി, PR ഷിബു, P സ്വാമിനാഥൻ, വിപിൻ, ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു. റോഡ് തകർച്ചയ്ക്കെതിരെ യാത്രക്കാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. 3 വർഷമായിട്ട് ഈ ദുരിതം ഞങ്ങൾ അനുഭവിക്കുകയാണ്. കുണ്ടും കുഴിയായിട്ട് ഈ റോഡിൽ കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടി, ഞങ്ങൾക്ക് ഓടിൽ നിന്ന് കിട്ടുന്ന കാശ് മുഴുവൻ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇത് 3 കൊല്ലമായിട്ട് മഴ പോട്ടെ എന്നുള്ള വാഗ്ദാനമാണ് പഞ്ചായത്തിൽ നിന്ന് തന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നേരാക്കുമെന്ന് പറയുന്നു, പക്ഷേ നേരാക്കുന്ന യാതൊരു മട്ടും കാണാനില്ല. ഞങ്ങളുടെ ദുരിതം, ഞങ്ങൾ ഓട്ടോക്കാരുടെ ദുരിതം വളരെയധികം വലുതാണ്. ഇന്ന് നേരാക്കുമെന്ന് വിചാരിക്കുന്നു. ഒന്നിനെയും പറ്റാത്ത കണ്ടീഷനിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു വണ്ടി വൈകുന്നേരം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും അരുമ്പക്കുളത്തേക്ക് പോകുന്ന ആരും നിരക്കെടുന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി തരാൻ ഞങ്ങൾ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം ലക്കിടിയിൽ നടന്നു. ഇന്ത്യൻ റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് വാലി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ 8,60,000 വ്യവസായികൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8,70,000 നടപ്പിക്കാൻ പോലും 13,000 കോടി രൂപയുടെ പത്രത്തിൽ 2040 5,000 വരെ ആക്റ്റീവായിട്ട് കാണുന്നു. ഹോം ഡെലിവറി ആവാൻ 13,000 കോടി ഒരു സംശയമൊക്കെ ഞാൻ നോക്കുന്നത് 200 രൂപയുടെ റബ്ബറുണ്ട്, 150 രൂപയുടെ ഉൽപ്പാദനം എല്ലാവർക്കും കൊടുക്കുമ്പോഴാണ് നമ്മൾ നിസ്സാരക്കാരല്ല. ഇതിലെ ഈ സമ്പദ്ഘടനത്തിന്റെ അവസാനം 1,30,000 റബ്ബർ നമ്മുടെ കച്ചവടക്കാരുടെ കയ്യിൽ സ്റ്റോക്കാണ്. അപ്പോൾ 200 രൂപയ്ക്ക് താഴെ റബ്ബർ മാർക്കറ്റിൽ അവൈലബിൾ. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കമാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷാജി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. K രാധാകൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ചടങ്ങിൽ മെമ്പർമാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കൂടാതെ IRDF സ്ഥാപക നേതാക്കളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. വൃക്കരോഗികളായി ചികിത്സയിൽ കഴിയുന്ന അംഗങ്ങൾക്ക് ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു. അലിഖാൻ, ബിജു തോമസ്, സുധാകരൻ കാട്ടാന, ജോഷി പന്തല്ലൂർ, AK പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. PV ജോർജ് പുലാപ്പറ്റ സ്വാഗതവും PPK അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. സുധാകരൻ, ജിജി ചേലക്കര, MC രാധാകൃഷ്ണൻ, വിശ്വനാഥൻ രക്ഷാധികാരികളായും മുസ്തഫ കമാൽ വാഴാമ്പുറം പ്രസിഡന്റായും PV ജോർജ് ട്രഷറായും അടങ്ങുന്ന പുതിയ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്ത. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
ദേശമംഗലത്ത് റബ്ബർ എസ്റ്റേറ്റിലെ ഉപയോഗശൂന്യമായ ക്വാറിയിൽ ഉടമയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം താമസിക്കുന്ന പൂക്കോഴി മുണ്ടത്ത് വീട്ടിൽ 75 വയസ്സുള്ള രവി നായരാണ് മരിച്ചത്. റബ്ബർ എസ്റ്റേറ്റിലെ പച്ചക്കറി കൃഷിയിലേക്ക് ഈ ക്വാറിയിൽ നിന്നാണ് വെള്ളമടിക്കുന്നത്. കേടുവന്ന മോട്ടോർ ശരിയാക്കാനാണ് ഇദ്ദേഹം എസ്റ്റേറ്റിലേക്ക് പോയത്. വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ മങ്കരയിൽ ബ്ലോക്ക് തല ടെക്നോളജി ഡേ സംഘടിപ്പിച്ചു. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാർഷിക യൂണിവേഴ്സിറ്റിയിലെ ഒട്ടനവധി ശാസ്ത്രജ്ഞന്മാർ നിരന്തരം പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗവേഷണങ്ങളും പരിശോധനകളുടെയും പരിശീലനങ്ങളുടെയും ഒക്കെ ഭാഗമായി അത് കർഷകരിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് പരീക്ഷിക്കാറുണ്ട്. പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ പ്രൊഫസർ പുരുഷോത്തമൻ വിഷയാവതരണം നടത്തി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ KV രാമേന്ദ്രൻ അധ്യക്ഷനായി. മങ്കര കൃഷി ഓഫീസർ മുകുന്ദകുമാർ ചടങ്ങിൽ സ്വാഗതവും പറഞ്ഞു. കഴിഞ്ഞ വർഷം സർവകലാശാലയുടെ ട്രയൽ പരിപാടിയിൽ പങ്കെടുത്ത ബ്ലോക്കിലെ മാതൃകാ കർഷകരായ ശങ്കരനാരായണൻ, സോമൻ, KP ദേവദാസൻ, വധുദേവൻ, ഉദയബേബി എന്നിവർ വിജയകരമായി കൃഷി ചെയ്തതിന് ചടങ്ങിൽ ആദരവും ഏറ്റുവാങ്ങി. കൂടാതെ കോമ്പി സ്മാരക മികച്ച ജൈവ കർഷകൻ അവാർഡ് കരസ്ഥമാക്കിയ അഭിലാഷിനെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സപ്ലൈകോ ഓണം ഫെയറിന് പാലക്കാട് ജില്ലയിൽ തുടക്കം. കോട്ടമൈതാനത്ത് നടന്ന ചടങ്ങിൽ ഓണം ഫെയറിന്റെ ഉദ്ഘാടനവും സഞ്ചരിക്കുന്ന ഓണച്ചന്തയായ മൊബൈൽ മാവേലിയുടെ ഫ്ളാഗ് ഓഫും മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. പഞ്ഞമില്ലാത്ത ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും അവസരമൊരുക്കുക എന്നതാണ് ഓണച്ചന്തകളിലൂടെയും ഓണം ഫെയറുകളിലൂടെയും സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ശക്തമായ ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. സപ്ലൈകോ, സഹകരണ വകുപ്പ്, കുടുംബശ്രീ തുടങ്ങി വിവിധ ഏജൻസികളും വകുപ്പുകളും നടത്തുന്ന ഓണച്ചന്തകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ മുടക്കമില്ലാതെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലക്കാട് കോട്ടമൈതാനിയിലാണ് ജില്ലാ ഓണം ഫെയർ നടക്കുന്നത്. മൊബൈൽ മാവേലി എന്ന പേരിലുള്ള സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തും. ഉത്രാടം ദിനമായ സെപ്റ്റംബർ 4 വരെ ഇവ പ്രവർത്തിക്കും. റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ 13 ഇനം അവശ്യ സാധനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും. ഇതിനു പുറമെ സബ്സിഡിയില്ലാത്ത മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്ക് MRPയിൽ നിന്ന് 5% മുതൽ 50% വരെ കിഴിവും ലഭ്യമാണ്. വിവിധ ഉൽപ്പന്നങ്ങളുടെ കോംബോ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. AAY കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ നൽകും. ആകർഷകമായ വിലയിൽ സമൃദ്ധി കിറ്റ്, മിനി സമൃദ്ധി കിറ്റ്, ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയും ഗിഫ്റ്റ് കാർഡ് കൂപ്പണുകളും ലഭിക്കും. 1000 രൂപയ്ക്ക് മുകളിൽ സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും നൽകും. ഉദ്ഘാടന ചടങ്ങിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസർ AS ബീന, പാലക്കാട് സപ്ലൈകോ ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ മോളി ജോൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൂവിളിയുമായി അത്തമെത്തി. ഓണത്തിൻ്റെ സമൃദ്ധസുന്ദരമായ നാളുകളാണ് ഇനി. തിരുവോണം അവിസ്മരണീയമാക്കാൻ ലോകമെങ്ങുമുള്ള മലയാളികൾ ഒരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. വർണ്ണശബളമായ പൂക്കളവുമായാണ് നാട് അത്തത്തെ വരവേറ്റത്. വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുരനടയിൽ വിസ്മയ പൂക്കളമൊരുക്കി തൃശൂർ സായാഹ്ന സൗഹൃദവേദി. 1500 കിലോ പൂക്കൾ ഉപയോഗിച്ച് 60 അടി വ്യാസത്തിലാണ് പടുകൂറ്റൻ അത്തപ്പൂക്കളം ഒരുക്കിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സൗഹൃദ കൂട്ടായ്മ ഈ കൂറ്റൻ പൂക്കളം ഒരുക്കുന്നതിൻ്റെ തയ്യാറെടുപ്പുകളിലായിരുന്നു. അത്തം ദിനത്തിൽ പുലർച്ചെ 3 മണി മുതൽ പൂക്കളം ഒരുക്കുന്നതിൻ്റെ ജോലികൾ ആരംഭിച്ചു. കൂട്ടായ്മയിലെ 150ഓളം പ്രവർത്തകർ ചേർന്ന് 6 മണിക്കൂറോളം നേരം നടത്തിയ കഠിനാധ്വാനത്തിനൊടുവിൽ അക്ഷരാർത്ഥത്തിൽ പിറന്നത് പൂക്കളാൽ തീർത്ത വർണ്ണവിസ്മയമാണ്.
കോവിഡ് പ്രളയകാലത്ത് 2 തവണ മാത്രമാണ് പൂക്കളം ഒരുക്കാനാകാതെ പോയത്. പണപ്പിരിവ് നടത്താതെ കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വന്തം കാശുമുടക്കിയാണ് പൂക്കൾ വാങ്ങുന്നത്. ഇത്തവണ അത്തപ്പൂക്കളത്തോടൊപ്പം വിപുലമായ പരിപാടികളാണ് സൗഹൃദ കൂട്ടായ്മ നടത്തിയത്. ഈ പൂക്കളം തൃശ്ശൂരിന് മാത്രം സ്വന്തമായുള്ളതാണ്. തൃശ്ശൂരിൻ്റെ തനത് പൂക്കളമാണ്. മറ്റൊരു ജില്ലകളിലും കാണാൻ കഴിയാത്ത ഒരു വീട്ടുമുറ്റത്ത് ഒരുക്കുന്നത് പോലെ അമ്പലമുറ്റത്ത് ഒരു പൂക്കളം ഒരുക്കുവാൻ സാധിക്കുക, അതും സാംസ്കാരിക നഗരത്തിൻ്റെ തിരുമുറ്റത്ത് ഒരുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് സംഘടകരായ ഞങ്ങൾക്കുള്ളത്. ഈ പൂക്കളം തൃശ്ശൂരിൻ്റെ സ്വന്തമാണ്. തൃശ്ശൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പൂക്കളമാണ്. ഇത് തൃശ്ശൂരിൻ്റെ ഒരു പരിച്ഛേദമാണ്. ഈ പൂക്കളം 18 വർഷം പൂർത്തിയാവുകയാണ്. 18ാമത്തെ അത്തപ്പൂക്കളമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. നീണ്ട 17 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ 18ാമത്തെ പൂക്കളം ഒരുങ്ങി. പൂക്കളം കാണാനും ചിത്രങ്ങൾ എടുക്കാനും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് തെക്കേ ഗോപുരനടയിലേക്ക് ഒഴുകിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ചെണ്ടുമല്ലി കൃഷി വിജയകരം. ഓണവിപണി ലക്ഷ്യമിട്ട് മാത്തൂർ കരിയങ്കോട് സ്വദേശിയായ ജയപ്രകാശൻ എന്ന കർഷകനാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. കൃഷി ഓഫീസറെത്തി ആദ്യ വിളവെടുപ്പും വിൽപ്പനയും നടത്തി. ഓണവിപണിയിൽ ലക്ഷ്യമിട്ട് നല്ല പൂക്കൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൂക്കൃഷി ഇറക്കിയ കർഷകന് പ്രതീക്ഷയും പ്രത്യാശയും നൽകി വിളവെടുപ്പ്. ഓണത്തിന് പൂക്കളമൊരുക്കാൻ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പൂക്കൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മലയാളിക്ക് നാട്ടിൻപുറത്തുനിന്ന് നേരിട്ട് നല്ല പൂക്കൾ ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെ കരിയങ്കോട് ഉഷസിലെ ജയപ്രകാശിൻ്റെ പൂന്തോട്ടത്തിലെ വിളവെടുപ്പാണ് ഉത്സവഛായ പകർന്നത്. കോട്ടായി ചെറുകുളം പാലക്കോട് വീട്ടിൽ അയ്യപ്പൻ എത്തിച്ചു നൽകിയ മുന്തിയ തരം ചെണ്ടുമല്ലി തൈകൾ നട്ട ജയപ്രകാശിന് സാമാന്യം തരക്കേടില്ലാത്ത വിളവ് ലഭിച്ചിട്ടുണ്ട്. മാത്തൂർ കൃഷി ഓഫീസർ ഗൗതം, കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജൂലി ജോർജ് എന്നിവർ ചേർന്ന് ആദ്യ വിളവെടുപ്പും ആദ്യ വിൽപ്പനയും നടത്തി. ഈ ഓറഞ്ച്, അതുപോലെ തന്നെ യെല്ലോ വെറൈറ്റി ആയിട്ടുള്ള ഹൈബ്രിഡ് മാരിഗോൾഡ് ബാംഗ്ലൂരിൽ നിന്നും തൈകൾ ഇറക്കിയിട്ടാണ് ഇത് ചെയ്തു വരുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ കീടരോഗ നിയന്ത്രണങ്ങളും മറ്റ് പരിപാടികളും ഈ ഇതിനകത്ത് ചെയ്തു വന്നിട്ടുണ്ട്. വളരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വിളവെടുപ്പും ഇത്തവണ നടത്താൻ പറ്റിയിട്ടുണ്ട്. ഈ ഓണം അതുപോലെ തന്നെ പൂജ വിപണികൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നൂതന കൃഷി സമ്പ്രദായം സ്വീകരിച്ച് മെച്ചപ്പെട്ട വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കർഷകർക്ക് സർക്കാരിൻ്റെയും കൃഷിവകുപ്പിൻ്റെയും എല്ലാവിധ പിന്തുണയും സഹായവും നൽകുമെന്ന് മാത്തൂർ കൃഷി ഓഫീസർ ഗൗതം പറഞ്ഞു. ഏതുതരം കൃഷിയായാലും ഉൽപ്പന്നത്തിന് പറ്റിയ വിപണിയാണ് പ്രധാനമെന്നും കൃഷിവകുപ്പും ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും കർഷകരും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓണപ്പൂക്കളമൊരുക്കാൻ പുഷ്പോത്സവം തീർത്ത് മാത്തൂരിലെ കർഷകർ. പൂക്കളുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അത്തം പിറന്നതോടെ പൂക്കളമൊരുക്കുന്ന തിരക്കിലാണ് മലയാളികൾ. ഏതാനും കാലമായി മുറ്റത്ത് പൂക്കളമൊരുക്കാൻ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പൂക്കൾ കാത്തിരുന്ന കാലം മാറി. ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ പൂക്കൾ യഥേഷ്ടമാണ്. ഗ്രാമീണ മേഖലയിൽ ധാരാളം കർഷകർ പൂക്കൃഷി നടത്തി വരുമാനം നേടുന്നുണ്ട്. മാത്തൂരിൽ തച്ചങ്കാട് വെളുത്താട്ടിൽ പി ഗണപതികുമാറിൻ്റെ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. 700 തൈകളാണ് ആറുമുഖൻ നട്ടത്. വിളവെടുപ്പുത്സവം മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജയശ്രീ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ഗണപതികുമാർ സ്വാഗതവും ഗോകുൽദാസ് തച്ചങ്കാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ പുലികളി മഹോത്സവത്തിന് കൊടിയേറി. തൃശൂർ നടുവിലാലിൽ നടന്ന കൊടിയേറ്റ് കോർപ്പറേഷൻ മേയർ MK വർഗീസ് നിർവഹിച്ചു. ഭിന്നശേഷി കലാകാരന്മാരുടെ കൂട്ടായ്മയായ കോലഴി പൂമ്പാറ്റ കലാപീഠത്തിലെ മേളക്കാരുടെ പുലിതാളത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു കൊടിയേറ്റ്. ശേഷം പുലിത്താളത്തിനൊപ്പം മേയറും പുലിച്ചുവട് വെച്ചു. പുലിക്കളിയുടെ നടത്തിപ്പിനായി കോർപ്പറേഷൻ ഒരുങ്ങിക്കഴിഞ്ഞെന്ന് മേയർ പറഞ്ഞു. ഇത്തവണ ഓരോ ടീമിനും തൃശൂർ കോർപ്പറേഷൻ 3,20,000 രൂപ വീതമാണ് ധനസഹായം നൽകുന്നത്. ഇതിൻ്റെ അഡ്വാൻസ് തുക കഴിഞ്ഞ ദിവസം ഓരോ ടീമിനും നൽകിക്കഴിഞ്ഞതായും മേയർ അറിയിച്ചു. തൃശ്ശൂരിന് ഇനി വരാൻ പോകുന്നത് ഉത്സവ നാളുകളാണെന്നും മേയർ കൂട്ടിച്ചേർത്തു. നമുക്ക് ഈ പ്രാവശ്യങ്ങൾ നമുക്കറിയാലോ, ഈ ഭരണസമിതിയുടെ അവസാനത്തെ പുലിക്കളിയാണ്. 5 ടീം വരുമ്പോൾ 9 ടീമായി. സഹകരണം വളരെയധികമുണ്ട്. ഇനിയും മുന്നോട്ട് പോകണം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ പട്ടണം പുലിക്കളിയെ ഏറ്റുവാങ്ങാൻ തയ്യാറായി കഴിഞ്ഞു. സ്വരാജ് റൗണ്ട് ഉറങ്ങിക്കിടന്നിരുന്ന സ്വരാജ് റൗണ്ട് ഉണർന്നു.
ഇനി മുതൽ സെപ്റ്റംബർ 8-ാം തീയതി കാത്തു നിൽക്കുന്നു. ഈ കൊടിക്കൂറ ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ പുലിക്കളിക്കായി എല്ലാം തയ്യാറായി. എല്ലാ ജനങ്ങളും, ലോക മലയാളികൾ കാത്തിരിക്കുന്നു സെപ്റ്റംബർ 8. നമുക്ക് അന്ന് കാണാം. സാമ്പത്തിക സഹായം എല്ലാ സഹായവും അവർക്ക് ആവശ്യമനുസരിച്ച് 3,25,000 വെച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നാലോണ നാളായ സെപ്റ്റംബർ 8-നാണ് ഇത്തവണ പുലിക്കളി. 9 ടീമുകൾ സ്വരാജ് റൗണ്ടിൽ മാറ്റുരയ്ക്കാനെത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മായം കലരാത്ത പൊള്ളുന്ന വാക്കുകളിലൂടെ കലാലയങ്ങൾ കാലത്തോട് ഉയർത്തുന്ന ചോദ്യങ്ങളാണ് ഓരോ കോളേജ് മാഗസിനുകളുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കേരളത്തിലെ മികച്ച കലാലയ മാഗസിനുകൾക്കുള്ള കേരള മീഡിയ അക്കാദമി പുരസ്കാര സമർപ്പണം പാലക്കാട്ട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ ലോകത്തിൻ്റെ ചരിത്രത്തിലേക്കും കലയിലേക്കും നയിച്ചത് ക്യാമ്പസ് മാഗസിനുകളാണ്. ഓരോ കാലഘട്ടത്തെയും അടയാളപ്പെടുത്തുന്ന വിലപ്പെട്ട രേഖകളാണ് കലാലയ മാഗസിനുകളെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോളേജ് മാഗസിൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പൊള്ളുന്ന വാക്കുകൾ കൊണ്ട് ക്യാമ്പസുകൾ കാലത്തോട് ഉയർത്തുന്ന ചോദ്യങ്ങളാണ് ഓരോ കോളേജ് മാഗസിനും. ഒട്ടും മയമില്ലാത്ത വാക്കുകൾ കൊണ്ട്, പരുഷമായ വാക്കുകൾ കൊണ്ട്, പൊള്ളുന്ന വാക്കുകൾ കൊണ്ട് ക്യാമ്പസുകൾ എല്ലാ കാലത്തും കാലത്തോട് ഉയർത്തിയ ചോദ്യങ്ങളാണ് ഓരോ കോളേജ് മാഗസിനും. പ്രകമ്പനം കൊള്ളിക്കുന്ന വരികൾ കൊണ്ട് യാഥാസ്ഥിതികത്വത്തിന്റെ കോട്ടകൊത്തളങ്ങളെ വിറകൊള്ളിച്ചവയാണ് ഓരോ കോളേജ് മാഗസിനുകൾ. അതുപോലെ അറിവിന്റെയും പുത്തനാശയങ്ങളുടെയും തൂവെളിച്ചം കൊണ്ട് ഇരുട്ടു വീണ തലകളെ കടന്നാക്രമിച്ച ആയുധപ്പുരകളാണ്, ആവനാഴികളാണ് ഓരോ കോളേജ് മാഗസിനുകൾ. 2023-24 വർഷത്തെ മുഖ്യമന്ത്രിയുടെ ട്രോഫിയും 25,000 രൂപയും അടങ്ങുന്ന ഒന്നാം സമ്മാനത്തിന് അർഹമായത് പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പ്രസിദ്ധീകരിച്ച തുരുത്ത് എന്ന മാസികയാണ്. 2-3 സമ്മാനങ്ങൾ യഥാക്രമം 2 കോളേജുകൾ വീതം പങ്കിട്ടു. എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൻ്റെ മാഗസിൻ പെറ്റലർ, മലപ്പുറം കോട്ടക്കൽ VPSV ആയുർവേദ കോളേജിൻ്റെ മാഗസിൻ ചെലപ്പധികാരം എന്നിവയാണ് 2ാം സമ്മാനം നേടിയത്. കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ES സുഭാഷ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റുമായ വൈശാഖൻ മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്ത് PNNM ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ സഹകരണത്തോടെ ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. പള്ളം എസ്റ്റേറ്റ് പടി മദ്രസ ഹാളിലായിരുന്നു ക്യാമ്പ്. റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആയുർവേദ രംഗത്ത് ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഉണ്ടാവുന്നത് 1902 KA സമാജം എന്ന പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഷൊർണൂരുള്ള KA സമാജം 1902 120ഓളം വർഷങ്ങളുടെ പഴക്കമുള്ള ആയുർവേദ മെഡിക്കൽ കോളേജ്. അന്നെല്ലാം ഞങ്ങളിരുന്ന് സംസാരിക്കുകയായിരുന്നു. അത് TAM കോഴ്സ് ആയിരുന്നു അന്നുണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടർമാർ, ആയുർവേദ മെഡിക്കൽ രംഗത്തുള്ള ഡോക്ടർമാരെ 1902 മുതൽ ഇന്ത്യക്ക് സംഭാവന ചെയ്തിട്ടുള്ള KA സമാജം. ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിനീഷ് ക്ലാസ് എടുത്തു. ഡോക്ടർമാരായ വർഗീസ്, മീര PR, O അമ്മു, മഹേഷ് വെളുത്തേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ അംഗീകാരങ്ങൾ ലഭിച്ച കാർത്തികേയൻ തിയാടി, രവി പുതിയടത്ത്, മൊയ്തീൻ കളത്തിൽ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം PS ലക്ഷ്മണൻ സ്വാഗതവും കാർത്തികേയൻ നന്ദിയും പറഞ്ഞു. ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ സഹകരണത്തോടെ പള്ളം എസ്റ്റേറ്റ് പടി മദ്രസ ഹാളിലാണ് ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് സൗജന്യ മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അനങ്ങനടി പാവുക്കോണത്തെ നിർധന കുടുംബത്തിലെ പെൺകുട്ടിക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കി വാണിയംകുളം ഒരുമ വെൽഫെയർ ട്രസ്റ്റ്. ഒരുമ മംഗല്യം പദ്ധതിയിൽ എല്ലാ സുമനസ്സുകൾക്കും പങ്കാളികളാകാമെന്ന് ട്രസ്റ്റ് വൃത്തങ്ങൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവാഹം ശരിയായപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞ് ഒരുമ ഓഫീസിൽ മകളുടെ കൈപിടിച്ചെത്തിയ ഒരമ്മയുടെ നിസ്സഹായാവസ്ഥ നേരിൽ കണ്ടാണ് ട്രസ്റ്റ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മംഗല്യനിധിക്ക് രൂപം നൽകിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 5 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ നൽകിയാണ് വിവാഹം നടത്തുന്നത്. ഓഗസ്റ്റ് 31-നാണ് പെൺകുട്ടിയുടെ വിവാഹം. സുമനസ്സുകൾക്ക് ഇനിയും ഈ സദ്യുദ്യമത്തിൽ പങ്കാളിയാവാൻ അവസരമുണ്ട്. ആഗസ്റ്റ് 31-ാം തീയതി ഞായറാഴ്ച വാണിയംകുളം തൊട്ടടുത്ത പ്രദേശമായ പാവക്കോണത്ത് ഏറ്റവും നിർധനയായ ഒരു അമ്മയും മകളും നമ്മളെ സമീപിച്ച് അവരുടെ മകളുടെ വിവാഹം ശരിയായിട്ടുണ്ടെന്ന്
വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അത്രയും പ്രതിസന്ധിയുള്ള ഇതാണ്. ഒരുമയുടെ ഒരു സഹായം ആവശ്യപ്പെട്ടാണ് അവർ നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ ഒരുമ ട്രസ്റ്റ് ബോർഡ് കൂടിയിട്ട് നമ്മൾ അവരുടെ വീടൊക്കെ പോയി സന്ദർശിച്ചപ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ആ വീട്. 450 സ്ക്വയർ ഫീറ്റിനകത്ത് പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുത്തൊരു വീടാണുള്ളത്. അപ്പൊ അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലുള്ള അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുമ തയ്യാറാവുകയും വിവാഹം നടത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമ ട്രസ്റ്റ് തീരുമാനിക്കുക 5 പവൻ സ്വർണ്ണാഭരണങ്ങളും വിവാഹ സദ്യയും. അത് മാത്രമല്ല, നമ്മൾ ആ വീട് തന്നെ അവരെ നമ്മൾ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. ആ വീട്ടിലെ പെയിന്റിംഗ് അടക്കം, ആ വീടിന് ആവശ്യമുള്ള വാതിലുകൾ, സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുത്തിട്ട് ആരോരുമില്ലാത്തവർക്കായി ഒരുമയുടെ കരുതലായി ഇത്തവണ ഓണക്കിറ്റ് വിതരണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി PP സോമൻ, ട്രഷറർ P അബ്ദുൾ ഷുക്കൂർ, P അക്ബർ അലി, PS രവീന്ദ്രൻ, VK സിദ്ദിഖ്, TJ ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ഓഫീസ് ഒളിമ്പിക് ഭവൻ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. പുതിയ ഭാരവാഹികൾ ഇതോടനുബന്ധിച്ച് ചുമതലയേൽക്കുമെന്നും തുടർന്ന് ജനറൽ കൗൺസിൽ യോഗം നടക്കുമെന്നും പ്രസിഡന്റ് P രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് കോട്ടമൈതാനം ICICI ബാങ്കിന് പിൻവശത്തുള്ള ഗോകുലം ഗാർഡൻസിലെ ഒളിമ്പിക് ഭവനിലാണ് പരിപാടി. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് P രാജേഷ് അധ്യക്ഷത വഹിക്കും. വിവിധ കായിക സംഘടനാ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2025 ഒളിമ്പിക് ദിന റാലിയിൽ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കിയ ജില്ലയിലെ NCC, NSS, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക സംഘടനകളെയും ചടങ്ങിൽ ആദരിക്കും. പഞ്ചായത്ത് കമ്മിറ്റികൾ, അതിനു മുകളിലായി മണ്ഡലം കമ്മിറ്റികൾ, അതിനു മുകളിലായി ജില്ലാ കമ്മിറ്റി എന്ന നിലയിലുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷന്റെ അനുമതിയോടുകൂടി ജില്ലാ ഒളിമ്പിക് വേവിന്റെ പ്രവർത്തനത്തെ വിപുലപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ തീരുമാനങ്ങളും നാളത്തെ ജനറൽ കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടി ഉണ്ടാകും. ഒളിമ്പിക് വേവിന്റെ ജില്ലാ കൺവീനറായി തീരുമാനിച്ചിട്ടുള്ളത് ശ്രീ മുഹമ്മദ് കാസിം അവർകളെയാണ്. അപ്പോൾ ഒളിമ്പിക് വേവിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നവർക്ക്, അവർക്കൊരു ഇപ്പോൾ നടന്നു പോകുമ്പോൾ പല അപകടങ്ങൾ സംഭവിക്കുന്നവരുണ്ട്, മരണപ്പെടുന്നവരുണ്ട്, അവർക്കെല്ലാം സഹായകരമാകുന്ന നിലയിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ വരെ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ ഗൗരവമായി ആലോചിക്കുന്നു, ചർച്ച ചെയ്യുന്നു. നാളത്തെ ജനറൽ കൗൺസിലും അതിനൊരു തീരുമാനം ജനറൽ കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടി ആ തീരുമാനവും പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് P രാജേഷ്, സെക്രട്ടറി EK ബൈജു, ട്രഷറർ KC പ്രീത്, വൈസ് പ്രസിഡന്റ് VS മുഹമ്മദ് കാസിം, സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് C ഹരിദാസ്, ജമീൽ കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്ത് ഗണേശോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒറ്റപ്പാലം താലൂക്ക് ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിലാണ് ആഘോഷം. ഓഗസ്റ്റ് 27, 28, 29 തീയതികളിലായി വിപുലമായ ആഘോഷമാണ് ഈ വർഷവും ഒരുക്കിയിട്ടുള്ളതെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 21 വിളംബര ജാഥയും 23 വിചാര സദസ്സും സംഘടിപ്പിച്ചിരുന്നു. 27 വിനായക ചതുർത്ഥി നഗരപ്രദക്ഷിണം നടക്കും. 29 പൊതുസമ്മേളനം, നിമജ്ജന മഹാഘോഷയാത്ര എന്നിവയുണ്ടാകും. ബുധനാഴ്ച വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ചിനക്കത്തൂർക്കാവിൽ മഹാഗണേശ പൂജ നടക്കും. പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 5 മണിക്ക് നഗരപ്രദക്ഷിണം ആരംഭിക്കും. ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഗണേശ വിഗ്രഹം എഴുന്നള്ളിച്ച് താളമേളങ്ങളുടെ അകമ്പടിയോടെ നഗരവീഥികളിലൂടെ പ്രയാണം ചെയ്ത് ക്ഷേത്രത്തിലെത്തിച്ചേരും. വെള്ളിയാഴ്ച വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ വൈകിട്ട് കണ്ണിയമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിൽ സംഗമിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഗംഗ, യമുന, കാവേരി, സരസ്വതി ഘോഷയാത്രകളാണ് സംഘടിപ്പിക്കുന്നത്. 29 വൈകുന്നേരം മഹാഘോഷയാത്ര പുറപ്പെടും. 27 തീയതി ശ്രീ വിനായക ചതുർത്ഥി ദിവസം വിനായകത്തിന്റെ ജന്മദിനമായിട്ടുള്ള നാളെ കോഴിക്കുന്നമ്പലത്ത് പ്രത്യേക പൂജാ കാര്യങ്ങളുണ്ടാവും. അതുപോലെ ഗണേശോത്സവം വരുന്ന എല്ലാ സ്ഥാനീയ സമിതികളുടെയും ആഭിമുഖ്യത്തിൽ അതാത് സ്ഥലങ്ങളിൽ വിഗ്രഹങ്ങൾ വെച്ച് പൂജ, വിശേഷാൽ പൂജ, മറ്റ് കലാപരിപാടികൾ അടങ്ങിയിട്ടുള്ള പരിപാടികൾ അതാത് സ്ഥലത്ത് നടക്കുന്നതായിരിക്കും. 29 വൈകുന്നേരം 3 കാവടിച്ചിന്തൊരുക്കും. 3:30 ആരംഭിക്കുന്ന പൊതുസമ്മേളനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. RSS പാലക്കാട് സഹസംഘചാലക അഡ്വക്കേറ്റ് ജയറാം അധ്യക്ഷത വഹിക്കും.
നിമജ്ജന മഹാഘോഷയാത്ര മായന്നൂർ കടവിലൂടെ ഗണേശ വിഗ്രഹങ്ങൾ ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്യുന്നതോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. 28-ാം തീയതിയും പ്രത്യേക പൂജകളുണ്ടാവും. 29-ാം തീയതി പ്രത്യേക പൂജ രാവിലെ കഴിഞ്ഞ് അതാത് സ്ഥാനീയ സമിതികൾ അവിടെ ചുറ്റുവട്ടത്തുള്ള പ്രദേശം, ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും പ്രദർശനം നടത്തി അലങ്കരിച്ച ഘോഷയാത്രയോടുകൂടി ഉച്ചയ്ക്ക് 2:30 ഒറ്റപ്പാലം ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അവിടുന്ന് ഘോഷയാത്രയായി ഒറ്റപ്പാലം വിനായക നഗറിൽ എത്തിച്ചേരും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി അശോക് കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി പി അരവിന്ദൻ, ബി മനോഹരൻ, കെ ഗംഗാധരൻ, സി വി വിജയരാഘവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിന് ദേശീയ തലത്തിൽ മികച്ച വിദ്യാലയമായി അംഗീകാരം ലഭിക്കുന്നതിന് അക്ഷീണം പ്രയത്നിച്ച OK മൊയ്തുവിന് ഓണററി ഡോക്ടറേറ്റ് ബഹുമതി. വിവിധ ദേശീയ പുരസ്കാരങ്ങൾ നേടിയ OK മൊയ്തുവിനെ 27-ന് അനങ്ങനടി ഹൈസ്കൂൾ സൊസൈറ്റി ആദരിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോതകുറിശി DS ഓഡിറ്റോറിയത്തിൽ ബുധനാഴ്ച വൈകുന്നേരം 5 മണി മുതൽ രാത്രി ഭക്ഷണത്തോടുകൂടി 9 വരെയാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. VK ശ്രീകണ്ഠൻ MP, P മമ്മിക്കുട്ടി MLA എന്നിവർ അനങ്ങനടി ഹൈസ്കൂൾ സൊസൈറ്റിയുടെ ഉപഹാരം OK മൊയ്തുവിന് സമ്മാനിക്കും. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ മാതൃകാപരമായ സേവനത്തിനാണ് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചത്. അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഉയർച്ചയിൽ OK മൊയ്തു വഹിച്ച പങ്ക് അതുല്യമാണെന്നും ഹൈസ്കൂൾ സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. 1960 KER റെഗുലേഷൻ പ്രകാരം നമ്മൾ റിക്കഗ്നേഷൻ കിട്ടി. അതുവരെ 1/51 രജിസ്ട്രേഷൻ പ്രകാരം മദ്രാസ് പ്രൊവിൻസിൻ്റെ കീഴിലായിരുന്നു. അന്ന് കാമരാജാണ് ഉദ്ഘാടനം ചെയ്തത്. ഏറ്റവും നല്ലൊരു സ്കൂളായിരുന്നു ഒരു കാലത്ത്. പിന്നീട് രാജ്യം അതിൻ്റെ ആ പ്രാധാന്യം ക്രമേണ കുറഞ്ഞു വന്നു. അങ്ങനെ 2003-ലാണ് ഞാനടങ്ങിയ ഈ സ്കൂളിൽ തന്നെ പഠിച്ച 12 പേരടങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളടങ്ങിയ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി നിലവിൽ വന്നത്. ഇനി ഞങ്ങൾ മിക്കവാറും 1-2 ആളെ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. സ്കൂൾ മാനേജർ OK മൊയ്തു, PTA പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ, പ്രിൻസിപ്പാൾ PR രജി, പ്രധാനാധ്യാപിക B ശ്രീജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുളപ്പുഴയിൽ കുടുംബിനി സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനത്തിനൊരുങ്ങി. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഉദ്ഘാടന ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. 27-ന് ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് VK ശ്രീകണ്ഠൻ MP നിർവഹിക്കും. കുടുംബിനി സൂപ്പർ മാർക്കറ്റിന്റെ 3ാമത്തെ ബ്രാഞ്ച് കുളപ്പുഴയിൽ ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റ് രംഗത്ത് കഴിഞ്ഞ 21 വർഷമായി പട്ടാമ്പിയിലും ഷൊർണൂരിലും ഓരോരുത്തരുടെയും സ്നേഹവും വിശ്വാസവും നേടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബിനി സൂപ്പർ മാർക്കറ്റ് ഇനി കൂടുതൽ വിശാലമായ സൗകര്യങ്ങളോടുകൂടിയാണ് കുളപ്പുഴയിൽ പുതിയ ഷോറൂമായി ആരംഭിക്കുന്നത്. ഇതോടെ കുളപ്പുള്ളിക്കാരുടെ കുടുംബ ബജറ്റ് ഇനി കുറയും. ഓഗസ്റ്റ് 27-ന് രാവിലെ 11 മണിക്ക് ഗ്രാൻഡ് ഓപ്പണിംഗ് നടക്കും. VK ശ്രീകണ്ഠൻ MP സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുമെന്നും ചെയർമാൻ MK ജയപ്രകാശ്, KVS ജില്ലാ പ്രസിഡന്റ് K ബാബു കോട്ടയിൽ അടക്കമുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീ ശ്രീകണ്ഠൻ അവറുകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് ഓരോ കസ്റ്റമേഴ്സിനെയും കുടുംബിനിയുടെ അഭ്യുദയകാംക്ഷികളെയും നാട്ടുകാരെയും എല്ലാവരെയും ഹാർദവുമായി ക്ഷണിക്കുകയാണ്. ഉദ്ഘാടനാഘോഷത്തിൽ പങ്കെടുക്കുന്നവർക്ക് 1.5 ലക്ഷം രൂപ സമ്മാനമായും നേടാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന അത്യുഗ്രൻ ഉദ്ഘാടന ഓഫറുകളാണ് കുടുംബിനിയിൽ ഒരുക്കിയിരിക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളും വൻ വിലക്കുറവിൽ. ദിവസേന ക്യാഷ് ബാക്ക് ഓഫറുകൾ, ആഴ്ചതോറും വൻ ഓഫറുകൾ, ആഴ്ചതോറും സമ്മാനങ്ങൾ. ഉദ്ഘാടനവേളയിൽ പങ്കെടുക്കുന്ന ഉപഭോക്താക്കൾക്കായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ് ഒട്ടനവധി സമ്മാനങ്ങളും അതുപോലെ തന്നെ ഓഫറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് ഓഫറുകളടക്കം വലിയ സമ്മാന പദ്ധതികളാണ് കുടുംബിനി സൂപ്പർ മാർക്കറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. 1.5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ഉദ്ഘാടന സമയം പങ്കെടുക്കുന്ന ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കിട്ടെടുത്ത് 1.5 ലക്ഷം രൂപയിലെ പ്രൈസുകൾ ഇനി പറയുന്ന വിധമാണ്. ഫസ്റ്റ് പ്രൈസ് 25,000 രൂപ, സെക്കൻഡ് പ്രൈസ് 10,000 രൂപ, തേർഡ് പ്രൈസ് 5,000 രൂപ 3 പേർക്ക്. ഉദ്ഘാടനവേളയിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്നും അബ്ദുൽ ജബ്ബാർ അഭ്യർത്ഥിച്ചു. കമേഴ്സ്യൽ ഡെസ്ക് STV ന്യൂസ്. മറ്റൊലി ഓൺലൈൻ ഷോപ്പിംഗ് സമീപകാലത്തായി സാധാരണ വ്യാപാര മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്.
ഓണം വേളയിൽ വസ്ത്രവ്യാപാര മേഖലയിലാണ് ഇത് ഏറെ പ്രകടമാകുന്നത്. വസ്ത്രങ്ങൾ വസ്ത്രാലയങ്ങളിൽ നിന്ന് വാങ്ങാനാണോ ഓൺലൈനായി വാങ്ങാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? എങ്കിൽ എന്തുകൊണ്ട്? മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. ഓൺലൈൻ സൈറ്റുകൾ സാധാരണ നമ്മുടെ ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് ലഭിക്കുന്നതിൽ നിന്നും വളരെ വിലക്കുറവിലാണ് വസ്തുക്കൾ ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ഇലക്ട്രോണിക് ഐറ്റങ്ങളും വസ്ത്രങ്ങളുമൊക്കെ വളരെ വിലക്കുറവിൽ, അതായത് ഏകദേശം 50% വരെയൊക്കെ വിലക്കുറവിൽ ലഭിക്കുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇടനിലക്കാരില്ലാതെ കച്ചവടം നടക്കുന്നു എന്നതുകൊണ്ടാണ്. മത്സര അടിസ്ഥാനത്തിൽ കച്ചവടം നടത്താൻ നമ്മുടെ ചെറുകിട കച്ചവടക്കാർ തയ്യാറായാൽ മാത്രമേ ഈ വെല്ലുവിളിയെ നേരിടാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഓൺലൈൻ വ്യാപാരം വിജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പരമ്പരാഗത ചെറുകിട കച്ചവടക്കാർ, പലചരക്ക് കടക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അത് തീർച്ചയായും ബാധിക്കുമെന്നുള്ളതിന് സംശയമില്ല. പക്ഷേ അവരും കൂടി ഇവിടെ ജീവിച്ചു പോരേണ്ടതാണ്. കാലങ്ങളായിട്ട് ഈ ചെറിയ കടകൾ ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്നവരെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത്. അപ്പോൾ ഈ ഓൺലൈൻ വ്യാപാരവുമായി മത്സരിക്കാൻ ഈ ചെറുകിട കച്ചവടക്കാർക്കും സാധ്യമാകുന്ന തരത്തിൽ അവർക്ക് നികുതി ഇളവുകളോ അല്ലെങ്കിൽ ആ ഓൺലൈനിൽ കിട്ടുന്ന ആ തുകയ്ക്ക് തന്നെ അല്ലെങ്കിൽ അതിന് കുറച്ച് താഴെയായിട്ട് ഈ വ്യാപാരികൾക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഒരു മത്സരാധിഷ്ഠിതമായ, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലെ അവരോടൊപ്പം മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ ഇവരെ കൂടി സജ്ജമാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സർക്കാർ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കരുത്. സർക്കാരിനെ എങ്ങനെയെങ്കിലും പിഴിഞ്ഞെടുത്ത് കുറേ നികുതിയും വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഈ കച്ചവടക്കാർക്ക് അവർക്ക് ബിസിനസ് ഉണ്ടോ, അവർക്ക് കച്ചവടമുണ്ടോ, അവർക്ക് വരുമാനമുണ്ടോ എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തേണ്ടത് ഏതൊരു ജനാധിപത്യ സർക്കാരിൻ്റെയും കടമയാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെറുകിട കച്ചവടക്കാർ വളരെ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അത് അവരുടെ കുടുംബങ്ങളെ ആകെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ്. അപ്പോൾ ഇത്രയും വലിയൊരു തകർച്ച, അതിനെ നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. അതുകൊണ്ട് സർക്കാർ ഓൺലൈൻ കച്ചവടത്തിന് നൽകുന്ന പോലെയുള്ള പ്രോത്സാഹനം ഈ ചെറുകിട കച്ചവട മേഖലയെ സംരക്ഷിക്കാനും കൂടി ശ്രമിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതിന് പ്രധാനമായിട്ടും ഈ ചെറുകിട മേഖലയിലെത്തുമ്പോൾ അതിൻ്റെ വില കൂടാനുള്ള കാരണം അനേകം കൈകൾ, ഒരുപാട് മധ്യവർത്തികൾ അത് കൈമാറ്റം ചെയ്താണ് ഇവിടെ എത്തുന്നത്. എത്ര കൈമാറ്റങ്ങൾ കൂടുന്നു അതിനനുസരിച്ച് ഇതിൻ്റെ വില കൂടുന്നു. അത് മാത്രമല്ല ടാക്സ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഓൺലൈൻ ബിസിനസ്സിനെ ഒരു ഭാഗത്ത് സർക്കാർ സംരക്ഷിച്ച് പ്രോത്സാഹിച്ച് നിർത്തുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുകിട മേഖലയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനം കൂടി സർക്കാർ ശ്രദ്ധ ചെലുത്തണം. അതിനായിട്ട് ഈ മധ്യവർത്തികളുടെ ശൃംഖലയിലെ ആ എണ്ണം കുറയ്ക്കുന്നതോടൊപ്പം ഇവർക്ക് വളരെയധികം നികുതിയിലുള്ള ഒരു ഇളവ് കൊടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇതിൽ നടത്താനുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണത്തിൽ അകപ്പെട്ടതും ശേഷമുണ്ടായതുമായ കാര്യങ്ങൾ സമാനതകളില്ലാത്തതെന്ന് സാഹിത്യകാരൻ ബെന്യാമിൻ. MLA സ്ഥാനം രാജിവെക്കണമോ എന്ന് രാഹുൽ സ്വയം ചിന്തിക്കണം. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് സമരപരിപാടികൾ തുടരുന്നു. നഗരത്തിൽ അമ്മത്തൊട്ടിൽ മാർച്ചുമായി മഹിളാ മോർച്ച. ഉത്തരേന്ത്യയിൽ നടന്നുവരുന്ന ദളിത് പീഡനങ്ങൾ ദക്ഷിണേന്ത്യയിലും വ്യാപകമാകുന്ന സൂചനയാണ് മുതലമടയിലും കേരളത്തിലെ ദളിത് ഉന്നതികളിലും കണ്ടുവരുന്നതെന്ന് PUCL ചെയർമാൻ അഡ്വക്കേറ്റ് PA പൗരൻ. തോട്ടം ഉടമ പ്രഭുവിനെ ഒളിപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന സംശയത്തിന് ബലമേറുന്നു. ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ച തോട്ടമുടമയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ SC/ST കോർഡിനേഷൻ ധർണ. സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളായ K-സ്മാർട്ട്, ടേക്ക് എ ബ്രേക്ക് എന്നിവ ജനജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയെന്ന് മന്ത്രി MB രാജേഷ്. ടേക്ക് എ ബ്രേക്കിൽ സംസ്ഥാനത്തുടനീളം നിർമ്മിച്ചത് 4000-ഓളം പൊതു ശൗചാലയങ്ങൾ. K-സ്മാർട്ട് രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ഇൻഫർമേഷൻ കേരള മിഷനെ സമീപിച്ചിട്ടുണ്ടെന്നും മന്ത്രി. പൂവിളിയുമായി അത്തമെത്തി. ഇനി പൊന്നോണ നാളുകൾ. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ വിസ്മയ പൂക്കളമൊരുക്കി തൃശൂർ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ. തൃശൂരിൽ പുലിക്കളി മഹോത്സവത്തിന് ആവേശക്കൊടിയേറ്റം. സപ്ലൈകോ ഓണം ഫെയറിന് പാലക്കാട് ജില്ലയിൽ തുടക്കം. സഞ്ചരിക്കുന്ന ഓണച്ചന്ത മൊബൈൽ മാവേലി പ്രയാണം ആരംഭിച്ചു.
മണ്ണൂരിലെ തകർന്ന റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ കോൺഗ്രസ് INTUC പ്രതിഷേധം. ജൽജീവൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച പാതകൾ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണെന്ന് നേതാക്കൾ. യാത്രാ ദുരിതം പരിഹരിക്കാൻ ഉടൻ നടപടി വേണമെന്ന് ആവശ്യം. അതുല്യ നടൻ ഭരത് ബാലൻ K. നായർ വിട പറഞ്ഞിട്ട് 1/4 നൂറ്റാണ്ട്. അനശ്വരതയുടെ അഭിനയ തികവായി പ്രേക്ഷകർ നെഞ്ചേറ്റുന്ന നൂറുകണക്കിന് കഥാപാത്രങ്ങൾ. മഹാനടന കലാകേരളത്തിൻ്റെ മരണാഞ്ജലി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.